വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ കൊച്ചിൻ റിഫൈനറി വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന് ചരിത്ര നേട്ടമെന്ന പ്രധാനമന്ത്രി പദ്ധതികൾക്ക് നികുതി ഇളവ് ഉൾപ്പെടെ നൽകി സംസ്ഥാനം സഹകരിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, പ്രധാനമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒപ്പം മുഖ്യമന്ത്രിയും സംസാരിച്ചിരുന്നു. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? വിശദാംശങ്ങൾ എന്താണ്? കൊച്ചി റിഫൈനറിയിൽ 16,000 കോടി രൂപ ചെലവിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് പെട്രോ കെമിക്കൽ ഉൽപാദന രംഗത്ത് വിപ്ലവത്തിനാണ് കൊച്ചി റിഫൈനറി നേതൃത്വം നൽകുന്നതെന്ന് മോഡി പറഞ്ഞു. റിഫൈനറിയിൽ സംയോജിത വികസന പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ഒട്ടേറെ തൊഴിലാളികൾ പണിയെടുത്തിട്ടുണ്ട്. ഏതാണ്ട് 20,000-ഓളം തൊഴിലാളികളാണ് രാപകലിനെ പണിയെടുത്തത്. അവരാണ് യഥാർത്ഥ ഹീറോകൾ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയും ഈ ചടങ്ങിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പറഞ്ഞത് കൊച്ചിൻ റിഫൈനറി ഉൾപ്പെടെയുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഒട്ടേറെ ഇളവുകൾ സംസ്ഥാന സർക്കാരുകൾ നൽകി വരുന്നുണ്ട്. കേരള സർക്കാർ മുൻപും ഇപ്പോഴും നൽകുന്നുണ്ട്. അതിൽ ഭൂമി ഏറ്റെടുത്ത് നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല നികുതി ഇളവ് നൽകുന്നു പല കാര്യങ്ങൾക്കും. ഇതിനെല്ലാം ഉള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പൊതുമേഖലയെ ശക്തിപ്പെടുത്തുക എന്ന നയപരമായ സമീപനമാണ് സംസ്ഥാന സർക്കാരിൻ്റെത്. അതുകൊണ്ടാണ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. ഗവർണർ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുത്തു. അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി ചടങ്ങ് പൂർത്തിയാക്കി തൃശ്ശൂരിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് തൃശ്ശൂരിൽ യുവമോർച്ച സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. 2 പരിപാടികൾ മാത്രമാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്നുള്ളത്. അതിൽ ആദ്യ പരിപാടി പൂർത്തിയായി. വൈകിട്ട് 6 മണിയോടുകൂടി പ്രധാനമന്ത്രി തൃശ്ശൂരിൽ BJP പൊതുയോഗത്തിൽ സംസാരിക്കും. വ്യക്തമാണ് സാലി. പെട്രോ കെമിക്കൽ ഉൽപാദന രംഗത്തെ വിപ്ലവത്തിനാണ് കൊച്ചി റിഫൈനറി നേതൃത്വം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിഫൈനറിയിൽ സംയോജിത വികസന പദ്ധതി നടപ്പാക്കാൻ വേണ്ടി പണിയെടുക്കുന്ന 20,000-ഓളം തൊഴിലാളികളാണ് യഥാർത്ഥ ഹീറോകളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 16,000 കോടി രൂപ ചിലവിൽ റിഫൈനറിയിൽ നടപ്പാക്കിയ പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. സർക്കാർ സഹായമില്ലാതെ KSRTC സ്വയം പര്യാപ്തതയിലേക്ക്. 20 വർഷത്തിനു ശേഷം KSRTCക്ക് ചരിത്ര നേട്ടം. ജനുവരി മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് KSRTC സ്വന്തം അക്കൌണ്ടിൽ നിന്ന് നൽകും. ബാങ്ക് ലോണോ സർക്കാർ സഹായമോ ഇല്ലാതെയാണ് KSRTCയുടെ ഈ നേട്ടം. ശബരിമല വരുമാനമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. ജീവൻ കുമാർ ചേരുകയാണ് വിവരങ്ങളുമായി. ജീവൻ, വളരെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും കേട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു KSRTCക്ക്. അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ്. 25 വർഷത്തിന് ശേഷം കൂടിയാണ് KSRTCക്ക് ഈ ചരിത്ര നേട്ടം ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? സർക്കാരിന്റെയോ ബാങ്കുകളുടെയോ സഹായമില്ലാതെ സ്വന്തം വരുമാനത്തിൽ നിന്ന് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുക എന്നത് കഴിഞ്ഞ 25 വർഷമായി KSRTCക്ക് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന കാര്യമാണ്. ആ സ്വപ്ന നേട്ടമാണ് ഇപ്പോൾ KSRTC കയ്യെത്തി പിടിച്ചിരിക്കുന്നത്. ഈ മാസം വിതരണം ചെയ്യാൻ പോകുന്ന ജനുവരി മാസത്തെ ശമ്പളം അത് KSRTC സ്വന്തമായി തന്നെ അധ്വാനിച്ച് KSRTCയുടെ സ്വന്തം വരുമാനത്തിലൂടെ ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ ഏതാനും നാളുകളായി ഏതാണ്ട് 20 മുതൽ 50 കോടി രൂപയുടെ ധനസഹായം സർക്കാരുകളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ ഒക്കെ വായ്പ എടുത്താണ് കോർപ്പറേഷൻ ശമ്പളം നൽകിയിരുന്നത്. ശബരിമല സർവീസ് വരുമാനത്തിൽ KSRTCക്ക് ഉണ്ടാക്കിയ നേട്ടമാണ് ഏറ്റവും പ്രധാനമായി ഈ കുതിച്ചുചാട്ടത്തിന്റെ കാരണം. 45.2 കോടി രൂപയുടെ വരുമാന വർധനവ് അവിടെ നിന്നും മാത്രം, ശബരിമല സർവീസിൽ നിന്നും മാത്രമായി KSRTCക്ക് ലഭിച്ചു. ഒരുപക്ഷെ പ്രളയം തകർത്തെറിഞ്ഞതിനാൽ മറ്റു സ്വകാര്യ വാഹനങ്ങൾ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് അനുവദിച്ചിരുന്നില്ല. ഈ റൂട്ട് പൂർണ്ണമായും KSRTCക്ക് മാത്രമായിരുന്നു. അതിനാൽ ശബരിമലയിലേക്ക് വന്ന മുഴുവൻ ഭക്തരും, VVIPകൾ ഒഴികെയുള്ള മുഴുവൻ ഭക്തരും KSRTC വാഹനത്തിലാണ് യാത്ര ചെയ്തത്. ഇതുവഴി 45.2 കോടി രൂപയുടെ വരുമാനം KSRTCക്ക് ലഭിച്ചു. മുൻ വർഷത്തേക്കാൾ 30 കോടി രൂപയുടെ ഈ അധിക വരുമാനമാണ് സ്വന്തം നിലയിൽ ശമ്പളം നൽകാൻ കഴിയുന്ന തരത്തിലേക്ക് KSRTCയെ പ്രാപ്തമാക്കിയത് എന്ന് മാനേജിംഗ് ഡയറക്ടർ ടോമൻ തച്ചങ്കരി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഒപ്പം മറ്റ് ചില നേട്ടങ്ങൾ കൂടി അദ്ദേഹം ആ വാർത്താക്കുറിപ്പിൽ എടുത്തു പറയുന്നുണ്ട്. 25 വർഷമായി നടന്നു വരുന്ന ഡബിൾ ഡ്യൂട്ടി സമ്പ്രദായം നിർത്തലാക്കി സിംഗിൾ ഡ്യൂട്ടി സമ്പ്രദായം നിലവിൽ വന്നു. മുൻപ് ആഴ്ചയിൽ 3 ദിവസം മാത്രം ജീവനക്കാർ ജോലിക്ക് ഹാജരായാൽ മതി എന്നതിന് പകരമായി അവരുടെ ഡ്യൂട്ടി സമയം സിംഗിൾ ഡ്യൂട്ടിയായി മാറ്റിയതോടുകൂടി
ആഴ്ചയിൽ 6 ദിവസം ഹാജരാവേണ്ടതാവുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. ഇത് ഏതാണ്ട് 646 മാൻ പവർ ലാഭിക്കാനായി കഴിഞ്ഞു. ഈ ഇനത്തിൽ ഏതാണ്ട് 58.94 കോടി രൂപയുടെ ലാഭം പ്രതിവർഷം ഉണ്ടാകും എന്നതാണ് അദ്ദേഹം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഡ്രൈവർ കം കണ്ടക്ടർ തസ്തിക നടപ്പിലാക്കിയതും അതോടൊപ്പം തന്നെ പരസ്യ വരുമാനത്തിൽ ഏതാണ്ട് 189.98 കോടി രൂപ പരസ്യ വരുമാനത്തിലൂടെ ലഭിച്ചു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഇലക്ട്രിക് ബസ്സുകൾ KSRTC നിരത്തിലിറക്കി. അത് ശബരിമലയിലെ അത് കൊണ്ടുപോയി. അത് അതിനെ മറ്റേതൊരു ബസ്സിനേക്കാൾ ആദായകരമായ ആണ് ഇത്തരത്തിൽ ഇലക്ട്രിക് ബസ്സുകൾ എന്നുള്ളത് അവിടെ നമുക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ ഇടയാക്കിയ സാഹചര്യങ്ങളാണ് ഇതിന് ആധാരമായ വസ്തുത. ഒരുപക്ഷെ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം KSRTC ഇത്തരത്തിൽ സ്വന്തം വരുമാനത്തിൽ നിന്ന് ശമ്പളം നൽകുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു പ്രാപ്തിയിലേക്ക് KSRTC എത്തിച്ചേരുന്നു എന്നത് തീർച്ചയായും വളരെ അഭിമാനാർഹമായ നേട്ടമാണ്. ഒരുപക്ഷെ ഏറ്റവും നഷ്ടത്തിലൂടെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ അതിന്റെ ഔന്നിത്യത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ കഴിഞ്ഞു എന്നത് തീർച്ചയായും മാനേജിംഗ് ഡയറക്ടർ ടോമിൻ തച്ചങ്കരിക്കും ഒരു വലിയ നേട്ടമായി തന്നെ എടുത്തു പറയാൻ കഴിയും. ഏതാണ്ട് 31,270 സ്ഥിരം ജീവനക്കാരും 3,926 എംപാനൽ താൽക്കാലിക ജീവനക്കാരുമാണ് ഇന്ന് കോർപ്പറേഷനിൽ ഉള്ളത്. അതിലേതാണ്ട് കുറേയേറെ എംപാനൽ ജീവനക്കാർ നേരത്തെ പിരിച്ചുവിട്ടിരുന്നു. ഇവരെല്ലാവരും പൂർണ്ണമായി ജോലിക്ക് ഹാജരായ ഒരു മാസം ഏതാണ്ട് 90 കോടി രൂപയുടെ ശമ്പളവും അലവൻസും നൽകേണ്ടതായി വരും. ആ സാഹചര്യം നിലനിൽക്കുകയാണ്. സർക്കാരിന്റെയോ ബാങ്കുകളുടെയോ ആരുടെയും സഹായമില്ലാതെ സ്വയം പര്യാപ്തതയിലൂടെ KSRTC വരുമാന വർധന ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വന്തം കാലിൽ സ്വയം പര്യാപ്തതയിലേക്ക് KSRTC നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് ഇത് ലഭ്യമാകുന്നത്. എന്നാൽ ഈ നേട്ടം, ഈ മാസം ഉണ്ടാക്കിയ നേട്ടം അടുത്ത മാസം നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഉറപ്പ് പറയാനാവില്ല. കാരണം ശബരിമല സീസൺ അവസാനിച്ചത് തീർച്ചയായും ഒരുപക്ഷെ വരുമാനത്തിൽ ഒരു കുറവ് നേരിടാനുള്ള സാധ്യതയുണ്ട്. രേഷ്മ, ജീവൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് KSRTCയുടെ വരുമാനമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. ഒരുപക്ഷെ ഇനിയും ഇത് തുടരാനുള്ള ഒരു സാഹചര്യങ്ങളും സാധ്യതകളും പരിശോധിച്ചാൽ എങ്ങനെയായിരിക്കും? തീർച്ചയായും അത് ടോമിൻ തച്ചങ്കരി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതാണ്ട് 12,200ഓളം ബസ്സുകൾ KSRTCക്ക് നിലവിൽ സർവീസ് നടത്താൻ കഴിയാതെ കട്ടപ്പുറത്തായിട്ടുണ്ട്. ഇത് പുനർവിന്യസിച്ചാൽ ഒരുപക്ഷെ ഉപയോഗപ്രദമായ രൂപത്തിൽ ഷെഡ്യൂളുകൾ പുനർവിന്യസിച്ച് ചെയ്താൽ KSRTCക്ക് കൂടുതലായി വരും. അതോടൊപ്പം കോടതി വിധിയിലൂടെ പുറത്താക്കപ്പെട്ട ഏതാണ്ട് 4,000ഓളം എംപാനൽ ജീവനക്കാരുടെ പുനഃപ്രവേശനം കൊണ്ടുവരിക, സ്വയം പര്യാപ്തതയെ ആക്കുന്നതിന്റെ ഭാഗമായി പ്രതിദിനം 1 കോടി രൂപ അധികം വരുമാനം ഉണ്ടാക്കാനുള്ള തീവ്രമായ ഒരു പരിശ്രമം KSRTC നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 സോണൽ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ചീഫ് ഓഫീസറുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഓരോ തരം സർവീസിനും മേൽനോട്ടം വഹിക്കാൻ പ്രാപ്തിയും പ്രവൃത്തി പരിചയമുള്ളവരെയൊക്കെ നിയമിച്ച് ദിവസം തോറും പുരോഗതി വിലയിരുത്തി വരികയാണ്. ഒരുപക്ഷെ 6 മാസത്തിനുള്ളിൽ ഈ ലക്ഷ്യത്തിൽ എത്താൻ കഴിയുമെന്നാണ് KSRTC മാനേജ്മെന്റിന്റെ അവരുടെ ഒരു പ്രതീക്ഷ. എന്നാൽ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ശബരിമല അടക്കമുള്ള സീസണുകൾ അവസാനിച്ചത് ഒക്കെ വലിയ വെല്ലുവിളിയാണ്. വരും കാലത്തെ അത്തരം പ്രതിലോമകരമായ സാഹചര്യങ്ങളെ, പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങളെ KSRTC എങ്ങനെ അതിജീവിക്കുമെന്നത് തീർച്ചയായും നമ്മളെല്ലാവരും വളരെ ആകാംക്ഷാപൂർവ്വം നോക്കുന്ന ഒരു കാര്യവുമാണ്. ജീവൻ, മറ്റൊരു കാര്യം കൂടി, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നിരവധി സ്ഥാപനങ്ങൾ ഇതുപോലെ സ്വയം പര്യാപ്തമല്ലാത്ത രീതിയിൽ അടച്ചുപൂട്ടേണ്ട സ്ഥിതിയിലുണ്ടായിരുന്നു. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലായി. ഇപ്പോൾ KSRTCയും സ്വന്തം നിലയിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ LDF സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു അഭിനന്ദനം അർഹിക്കുന്നു എന്ന് തന്നെയല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്? രേഷ്മ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. കാരണം ഏതാണ്ട് കഴിഞ്ഞ ദിവസം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രധാന ഭാരവാഹികളുടെ ഒരു യോഗം, അവിടുത്തെ ഏറ്റവും ഉദ്യോഗസ്ഥ പ്രമുഖന്മാരുടെ ഒരു യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. അന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വരുമാന വർധനവിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഈ 2 വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ LDF സർക്കാർ പൊതുമേഖലയിൽ നിന്ന് മുഖ്യമന്ത്രി കൊച്ചിയിൽ നടത്തിയ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞതും അതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള കർമ്മ പരിപാടികൾ
LDF സർക്കാർ ആവിഷ്കരിക്കുകയാണ്. ഒരുപക്ഷെ LDF സർക്കാർ നൽകിയ അഗൈതവമായ പിന്തുണവും ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തരമൊരു നേട്ടത്തിലേക്ക് എത്താൻ KSRTC മാനേജ്മെന്റ് കഴിയുമായിരുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. പല തരത്തിലുള്ള വെല്ലുവിളികൾ അവിടെ നിന്നുണ്ടായി. വളരെ രൂക്ഷവും വൈകാരികവുമായ പ്രതികരണങ്ങൾ പൊതുസമൂഹത്തിലും അല്ലാതെയും ഒക്കെ ഉയർന്നു വരുന്ന ജീവനക്കാരുടെ ഇടയിലൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ പിന്തുണയോടുകൂടി കൂടെ നിന്നു എന്നത് തീർച്ചയായും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു നേട്ടമാണ്. അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ ഏതാണ്ട് KSRTCയുടെ ഇത്രയധികം വരുന്ന ജീവനക്കാരുടെ ഒരു വലിയ പിന്തുണയും പിൻബലവും ആത്മാർത്ഥമായ സഹകരണമൊന്നുമില്ലായിരുന്നുവെങ്കിൽ ഈ കാണുന്ന ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാൻ കഴിയുമായിരുന്നില്ല. വ്യക്തമാണ് ജീവൻ. സർക്കാർ സഹായമില്ലാതെ KSRTC സ്വയം പര്യാപ്തതയിലേക്ക് 25 വർഷത്തിന് ശേഷം KSRTCക്ക് ചരിത്ര നേട്ടം. ജനുവരി മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് KSRTC സ്വന്തം അക്കൗണ്ടിൽ നിന്ന് നൽകും. വിവരങ്ങളാണ് ജീവൻകുമാർ നൽകിയത്. ഇടവേള. മലയാളികളെ അപമാനിച്ച കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. അംഗീകാരം ലഭിക്കുന്നവരെ പരിഹസിക്കുന്നത് മലയാളികളുടെ ജനിതക പ്രശ്നമെന്ന് കണ്ണന്താനം. ഈ ജനിതക പ്രശ്നം ഉള്ളതുകൊണ്ടാണ് പത്മഭൂഷൺ ജേതാവായ നമ്പി നാരായണനെ സെൻകുമാർ വിമർശിച്ചതെന്നും കണ്ണന്താനത്തിന്റെ പരാമർശം. RSSന്റെ കൊള്ളരുതായ്മകൾക്ക് മലയാളികളെ പഴിചാരേണ്ട കാര്യമില്ലെന്ന് M സ്വരാജിന്റെ മറുപടി. നമ്പി നാരായണന് പത്മഭൂഷൺ ശുപാർശ ചെയ്തത് BJP MPയായ രാജീവ് ചന്ദ്രശേഖർ. ശുപാർശ പരിശോധിച്ച് രാഷ്ട്രപതിക്ക് നൽകിയത് BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ. ഇത് അംഗീകരിച്ചാണ് നമ്പി നാരായണൻ രാഷ്ട്രപതി പത്മഭൂഷൺ നൽകുന്നതായി പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് സമീപകാലത്ത് കേരളത്തിൽ BJPയുടെ നാക്കായി മാറിയ സെൻകുമാർ മാത്രമാണ്. എന്നാൽ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ആവട്ടെ സെൻകുമാറിന്റെ പ്രസ്താവന മലയാളി സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ജനിതക പ്രശ്നമായി പരിഹസിക്കുന്നു. നല്ല കാര്യം എവിടെ നിന്നാലും ഏത് മലയാളിക്ക് സംഭവിച്ചാലും അതെല്ലാം നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ. എന്തെങ്കിലും നല്ലത് മലയാളിക്ക് കിട്ടിയാൽ അതിനെ പാറ വെക്കാൻ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മലയാളി തന്നെയാണ്. അങ്ങനെ നമുക്ക് മാനസികമായ ചെറിയൊരു DNA പ്രശ്നമുണ്ട് നമുക്ക്. RSSന്റെ കൊള്ളരുതായ്മയ്ക്ക് എന്തിനാണ് കണ്ണന്താനം മലയാളികളെ പഠിക്കുന്നതെന്ന് M സ്വരാജും പ്രതികരിച്ചു. ഒരു സമൂഹത്തെ മുഴുവൻ ആക്ഷേപിക്കുകയാണല്ലോ ചെയ്യുന്നത്. നിങ്ങളുടെ പ്രശ്നത്തിന് നിങ്ങൾ ഒരു സമൂഹത്തെ ആക്ഷേപിക്കുന്നതിന് RSSകാരുടെ വിവരമില്ലായ്മയ്ക്കും സഹജമായിട്ടുള്ള അബദ്ധങ്ങൾ പറയുന്നതിനും അപഹാസ്യമായ നിലപാട് സ്വീകരിക്കുന്നതിനും ഒരു സമൂഹത്തെ എന്തിനാ പഠിക്കേണ്ട കാര്യം? മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരനെ താഴെയിറക്കാൻ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള A ഗ്രൂപ്പ് നേതാക്കളും സെൻകുമാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ചാരക്കേസെന്ന് വ്യക്തമായിരുന്നു. എന്നാൽ സെൻകുമാറിന്റെ ആരോപണത്തോട് പ്രതികരിക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറല്ല. കേന്ദ്ര ഗവൺമെന്റ് നൽകിയ അംഗീകാരമല്ലേ അതിനെ? സെൻകുമാറിന്റെ പ്രസ്താവന എങ്ങനെയാണ് സാറേ കാണുന്നത്? അല്ല, ഒരു വിവാദമാക്കേണ്ട ആവശ്യമുണ്ട് സാർ. ഇതിനിടയിൽ മനുഷ്യാവകാശ പ്രവർത്തകനായ നൌഷാദ് തെക്കേതിൽ സെൻകുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകി. ന്യൂസ് ഡെസ്ക്. നമ്പി നാരായണനെതിരായ സെൻകുമാറിന്റെ പ്രസ്താവന മാന്യതയില്ലാത്തതാണെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. അവാർഡിന്റെ യുക്തി അത് നിശ്ചയിക്കുന്ന കമ്മിറ്റികളുടെ താൽപര്യമാണ്. അത് അംഗീകരിക്കാതെ കുറ്റപ്പെടുന്നത് അപഹാസ്യപരമാണെന്നും സ്പീക്കർ പറഞ്ഞു. എന്ത് യുക്തിയുടെ അടിസ്ഥാനത്താണ് കൊടുത്തതെന്നുള്ളതിനെ സംബന്ധിച്ച് അവാർഡ് കൊടുത്തവർക്കൊരു യുക്തിയുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ ഒരു അവാർഡ് ലഭിച്ചയാളെ ആ നിമിഷം തന്നെ ആക്ഷേപിക്കാൻ മുതിരുന്നത് എന്തിൻ്റെ പേരിലായാലും അത്ര മാന്യമായൊരു ഇടപാടല്ല. ആ ലോജിക്ക് എന്തായിരുന്നു എന്നുള്ളത് അന്വേഷിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ അതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം എടുത്തിയാടി പറയുന്നത് അത് അപഹാസ്യമായൊരു കാര്യം. നമ്പി നാരായണൻ വിഷയത്തിൽ സെൻകുമാർ പറഞ്ഞത് പരമ അബദ്ധമെന്ന് കാനം രാജേന്ദ്രൻ. ന്യായവും യുക്തിയും നോക്കി പരിശോധിക്കുന്നത് ശരിയല്ല. CPI നിലവിലെ 4 സീറ്റിൽ കൂടുതൽ ആവശ്യപ്പെടില്ല. MLA മാർ മത്സരിക്കുമോ എന്നത് പാർട്ടി ചർച്ച ചെയ്തിട്ടില്ലെന്നും കാനം തൃശൂരിൽ പറഞ്ഞു. അതെല്ലാ തരത്തിലുള്ള പരിശോധനയും കഴിഞ്ഞതിന് ശേഷമേ കൊടുക്കാറുള്ളൂ. അത് കൊടുക്കുന്നതിൻ്റെ ന്യായത്തെയും യുക്തിയെയും ആരെങ്കിലും ഒരാൾ ചോദ്യം ചെയ്യുന്നതിന് അത്ര വലിയ അർത്ഥമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അതിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ പരമാവധമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനോട് അങ്ങനെ പ്രതികരിക്കേണ്ട കാര്യമില്ല. മുൻ DGP ഒഴിഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് ഒരിടത്തും നിബന്ധനയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ മതി. ഇല്ല, അദ്ദേഹത്തിന് ബഹുമതി കൊടുക്കാൻ തീരുമാനിച്ചത് ഗവൺമെൻറ്റാണ്, പ്രസിഡൻ്റാണ്. അതിന് നിലവിലുള്ള സംവിധാനമനുസരിച്ച് എല്ലാ പരിശോധനകൾക്കും ശേഷമായിരിക്കും കൊടുത്തത്. നമ്മുടെ സംവിധാനത്തിന് കീഴിൽ നമ്മൾ നൽകുന്ന ബഹുമതികൾ അത് കൊടുക്കുന്നവർ എത്ര യുക്തിപൂർവമാണ് അത് ചെയ്തത് എന്നതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെ പേരിൽ തർക്കം ഉണ്ടാക്കുന്നത് ശരിയല്ല.
ഇത് ഒരു നഷ്ടപരിഹാര കേസിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അതിനൊക്കെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഇല്ല, ഞങ്ങൾ മത്സരിച്ച 4 സീറ്റ് ഞങ്ങൾ മത്സരിച്ചു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉത്തരേന്ത്യൻ മാതൃക പിന്തുടരാൻ സംഘപരിവാറിൽ ആലോചന. ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികലയെയും പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനെയും വത്സൻ തില്ലങ്കേരിയെയും സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നുവെന്ന് സൂചന. തൃശൂർ സീറ്റിനെ ചൊല്ലി മുരളീധര കൃഷ്ണദാസ് പക്ഷങ്ങൾ തമ്മിൽ നേർക്കുനേർ. സീറ്റ് വിഭജന ചർച്ചകൾക്കായി NDA യോഗം ഈ മാസം അവസാനം ചേർന്നേക്കും. ശബരിമല വിഷയം കൈകാര്യം ചെയ്യുന്നതിലടക്കം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് നാണക്കേടുണ്ടാക്കിയ BJPക്ക് പകരമായി തീവ്രമുഖമുള്ള ഹൈന്ദവ നേതാക്കൾ മത്സരത്തിനിറങ്ങണമെന്ന താഴെത്തട്ടിലെ ചിന്തയാണ് നിലവിലെ ട്രാക്ക് മാറിയോടാൻ RSS നേതാക്കളെ പ്രേരിപ്പിക്കുന്നത്. കാലങ്ങളായി തീവ്ര നിലപാടെടുക്കുന്ന KP ശശികല, RSS നേതാവ് വത്സൻ തില്ലങ്കേരി, ഹിന്ദു ഐക്യവേദി നേതാവ് രവീശ തന്ത്രി എന്നിവർ BJP ടിക്കറ്റിൽ മത്സരിക്കുമെന്നാണ് സൂചന. KP ശശികലയെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാൻ ആലോചിക്കുന്ന വിവരം സംഘപരിവാർ വൃത്തത്തിലുള്ളവർ BJP നേതാക്കളോട് ആശയവിനിമയം നടത്തിയതായും വിവരമുണ്ട്. വോട്ട് വിഹിതത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയ തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ മത്സരിച്ചേക്കുമെന്നും സൂചനയുണ്ട്. ശശി തരൂർ ഇടതുമുന്നണി ദ്വന്ദ്വത്തോട് ഏറ്റുമുട്ടാൻ പ്രാപ്തിയുള്ള ദേശീയ നേതാവെന്ന പരിവേഷവും നിർമ്മല സീതാരാമന് അനുകൂല ഘടകമായി BJP കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു. PS ശ്രീധരൻപിള്ള, കുമ്മനം രാജശേഖരൻ, സുരേഷ് ഗോപി എന്നീ പേരുകളും ആലോചനയിലുണ്ടെങ്കിലും തിരുവനന്തപുരം കേന്ദ്ര നേതൃത്വത്തിന്റെ സീറ്റാവാനാണ് സാധ്യത. മേൽക്കൈയുണ്ടെന്ന് BJP കരുതുന്ന മറ്റൊരു മണ്ഡലമായ തൃശൂരിൽ K സുരേന്ദ്രനും AN രാധാകൃഷ്ണനും നേർക്കുനേർ നിൽക്കുകയാണ്. മണലൂരിൽ മത്സരിച്ചതു മുതൽ AN രാധാകൃഷ്ണൻ നോട്ടമിട്ടിരുന്ന സീറ്റിൽ K സുരേന്ദ്രൻ അപ്രതീക്ഷിതമായി രംഗപ്രവേശനം ചെയ്തതാണ് തൃശൂരിലെ സന്തുലിതാവസ്ഥ തെറ്റിച്ചത്. തൃശൂരിലെ ജില്ലാ പാർട്ടിക്ക് വേണ്ടി അധ്യക്ഷൻ നാഗേഷ് സുരേന്ദ്രന് വേണ്ടി ചരടുവലിക്കുന്നു. മറ്റൊരു പ്രധാന സീറ്റായ കാസർഗോഡ് PK കൃഷ്ണദാസ്, ജില്ലാ അധ്യക്ഷൻ ശ്രീകാന്ത് എന്നിവരുടെ പേരുകൾ പരിഗണനയിലുണ്ടെങ്കിലും ഹിന്ദു ഐക്യവേദി നേതാവ് രവീശ തന്ത്രിയുടെ പേരിനാണ് മുൻതൂക്കം. കണ്ണൂരിൽ വത്സൻ തില്ലങ്കേരി മത്സരിക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾക്ക് താൽപര്യമുണ്ട്. തില്ലങ്കേരിക്ക് താൽപര്യമില്ലെങ്കിൽ മാത്രം CK പത്മനാഭൻ സ്ഥാനാർത്ഥിയായേക്കും. കണ്ണൂരിലും വടകരയിലും പ്രമുഖ RSS നേതാവ് സദാനന്ദൻ മാസ്റ്ററുടെ പേരും പരിഗണനയിലുണ്ട്. MD രമേശ് കോഴിക്കോടും BJPയുടെ ആദ്യത്തെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനെ പാലക്കാട്ടും പരിഗണിക്കുന്നുണ്ടെന്നാണ് സംഘപരിവാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. മണ്ഡലങ്ങളുടെ പ്രാധാന്യം പരിഗണിച്ച് 10 മുതൽ 20 കോടി രൂപ വരെ നൽകാൻ കേന്ദ്ര നേതൃത്വം തയ്യാറാണ്. ഈ പണവും ഇലക്ഷൻ പിരിവും മത്സരാർത്ഥികളെ മോഹിപ്പിക്കുന്നുണ്ട്. സീറ്റ് വിഭജന ചർച്ചകൾക്കായി NDA യോഗം ഈ മാസം ജനുവരി 29 ചേർന്നേക്കും. അതിനുശേഷം BJPയിലെ സീറ്റുകളുടെ ചർച്ചകളിലേക്ക് കടക്കാനാണ് നിലവിലെ ധാരണ. S ജീവൻകുമാർ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് തീപാറുന്ന മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. ശശി തരൂരിനെ വീണ്ടും രംഗത്തിറക്കി മണ്ഡലം നിലനിർത്താൻ UDF ഒരുങ്ങുമ്പോൾ 2014 നിന്ന് വ്യത്യസ്തമായി 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും മിന്നുന്ന വിജയം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. രാജ്യം നിലനിൽപ്പിന്റെ രാഷ്ട്രീയം പേറി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇറങ്ങുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ശക്തമായ സാന്നിധ്യം കൊണ്ടുതന്നെ ചൂടേറിയ ത്രികോണ മത്സരമാകും ഇത്തവണയും തിരുവനന്തപുരത്തെ വേറിട്ടു നിർത്തുന്നത്. കഴിഞ്ഞ 2 തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഡോക്ടർ ശശി തരൂർ തന്നെയാണ് ഇത്തവണയും UDFന്റെ തുറുപ്പുചീട്ട്. എന്തൊക്കെ പറഞ്ഞാലും ശരി, തിരുവനന്തപുരം തീ പാറുന്ന ഒരു പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കും. വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും, യാതൊരു സംശയമില്ല. ഇതിൽ ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ. കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട LDF 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. ഒപ്പം മികച്ച സ്ഥാനാർത്ഥി കൂടി ആയാൽ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന നിശ്ചയദാർഢ്യത്തിലാണ് ഇടതുപക്ഷം. അസംബ്ലി സെഗ്മെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ LDFന് മുൻതൂക്കമുണ്ട്. അത് മാത്രം വെച്ച് നോക്കുകയും ഇപ്പോഴുള്ള പൊതു സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിലും LDFന് മുന്നേറ്റം ഉണ്ടാക്കാവുന്ന മണ്ഡലങ്ങളിലൊന്നാണ്. അതാണ് അതിന്റെ പൊതു വസ്തുത. മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നടത്തിയ പ്രകടനം ആവർത്തിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് BJP. O രാജഗോപാൽ സ്വന്തം നിലയ്ക്ക് സമാഹരിച്ച വോട്ട് ഇത്തവണ നിലനിർത്താൻ വിയർപ്പൊഴിക്കേണ്ടി വരും BJPക്ക് എന്നതാണ് യാഥാർത്ഥ്യം.
BJP നല്ല കാൻഡിഡേറ്റ് ആണെങ്കിൽ BJP ഈസി ആയിട്ട് ജയിക്കാം. കാരണം ഒപ്പത്തിനൊപ്പം LDFും നല്ലൊരു കാൻഡിഡേറ്റിനെ ഫീൽഡ് ചെയ്താൽ മാത്രമേ BJPക്ക് ജയം ഈസി ആകത്തുള്ളൂ. കാരണം ആ LDF പിടിക്കേണ്ട വോട്ട് LDF പിടിക്കണം. ഒരിക്കൽ പോലും LDFിൻ്റെ വോട്ട് BJPക്ക് ബോധപൂർവ്വം ഷിഫ്റ്റ് ചെയ്യത്തില്ല. ശബരിമല വിഷയം ഉയർത്തി BJP രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ഇറങ്ങുമ്പോൾ സംഘപരിവാറിന്റെ വർഗീയതയെ തുറന്നെതിർക്കുന്നതാകും ഇടതു വലതു മുന്നണിയുടെ പ്രചരണ ആയുധം. എന്തായാലും കടുത്ത ത്രികോണ മത്സരത്തിനൊടുവിൽ വിധി വരുമ്പോൾ മാത്രമാകും തലസ്ഥാന നഗരം ആരെ പിന്തുണച്ചു എന്ന ചിത്രം വ്യക്തമാകൂ. മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരു തവണ മാത്രമാണ് ഒരു സ്ഥാനാർത്ഥിയെ 3 തവണ ലോക്സഭയിൽ എത്തിച്ചിട്ടുള്ളത്. ഈ ചരിത്രം ആവർത്തിക്കാനൊതുങ്ങിയാണ് UDF നിൽക്കുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണനേട്ടം കൂടി പ്രചരണായുധമാകുമ്പോൾ ഇത്തവണ വിജയം കൈവരിക്കാമെന്ന ശുഭപ്രതീക്ഷയിലാണ് LDF. ക്യാമറമാൻ ദേവദത്തിനൊപ്പം ലെസ്ലി ജോൺ, തിരുവനന്തപുരം.